ഹലോ. ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് പ്രോഗ്രാമിങ്ങുകളുടെ ഡീബഗ്ഗിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് പ്രോഗ്രാമിംഗ് ഡീബഗ്ഗിങ്ങിലേക്ക് കടക്കാം. ഡീബഗ്ഗിങ് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി അതിൻ്റെ എക്സിക്യൂഷൻ വാച്ച് ചെയ്ത് വേരിയബിൾസ് എല്ലാം എങ്ങനെ മാറുന്നു എന്ന് കാണുന്നതിനെയാണ് നമ്മൾ ഡീബഗ്ഗിങ് എന്ന് പൊതുവെ പറയുന്നത്. അപ്പോൾ നമുക്കൊരു സി പ്രോഗ്രാമിലെ ഡീബഗ്ഗിങ് കാണാം. ഇതാണ് എൻ്റെ ഒരു സി പ്രോഗ്രാം. ഇതേ സി പ്രോഗ്രാം തന്നെ ഇവിടെയും ഈ പൈത്തൺ ട്യൂട്ടർ എന്ന് പറയുന്ന വെബ്സൈറ്റിലും ഞാൻ കോപ്പി ചെയ്തിരിക്കുന്നു. നമ്മളിങ്ങനെ വിഷ്വലൈസ് ചെയ്ത് വൺ ബൈ വൺ ആയി എക്സിക്യൂഷൻ വാച്ച് ചെയ്യുന്നതിനെയാണ് ഡീബഗ്ഗിങ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് വലിയ പ്രോഗ്രാംസ് എല്ലാം ഈ ഒരു വെബ്സൈറ്റിൽ കോപ്പി ചെയ്ത് അത് ഡീബഗ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്കൊരു ടൂളുണ്ട്. ആ ടൂളിൻ്റെ പേരാണ് GDB. ഈ GDB ആണ് GNU ഡീബഗർ. ഇതൊരു പ്രോഗ്രാം ഡീബഗ്ഗിംഗ് ടൂളാണ്. C++, ഫോർട്രാൻ, മോഡുല 2 എന്നീ ലാംഗ്വേജുകളാണ് മെയിനായും ഈ ടൂൾ ഉപയോഗിച്ച് ഡീബഗ് ചെയ്യാൻ സാധിക്കുക. നമുക്കിതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളതൊന്ന് പറഞ്ഞിട്ട് പോകാം. വിൻഡോസിലാണെങ്കിൽ നിങ്ങൾക്ക് MinGW ഡിസ്ട്രിബ്യൂഷൻ വിൻഡോസ് വേർഷൻ വെച്ച് ഇൻസ്റ്റാൾ ചെയ്യാം. ഇവിടെ എൻ്റെ ഇൻസ്റ്റാളർ ഉണ്ട്. നിങ്ങൾ ഈ ഒരു സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. നേരെ മറിച്ച് ലിനക്സ്, ഉബുണ്ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റം, Debian വേർഷൻസിലാണെങ്കിൽ ഈ രണ്ട് കമാൻഡുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് GDB ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. GDB ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മാൻ പേജ് ടൈപ്പ് ചെയ്യുമ്പോൾ GDB എന്ന് കിട്ടും. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പ്രോഗ്രാം GDB ഉപയോഗിച്ച് ഡീബഗ് ചെയ്യാമെന്ന് നോക്കാം. ഇതാണ് എൻ്റെ പ്രോഗ്രാം. ഇതിന് ഞാൻ GCC ആണ് നമ്മുടെ കമ്പൈലർ. ഇത് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ കണ്ടിട്ടുള്ളതാണ്. -G എന്ന ഓപ്ഷൻ ഉപയോഗിച്ചാൽ GDB നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ GDB വേർഷൻ നിങ്ങൾ കമ്പൈൽഡ് GDB വേർഷൻ നിങ്ങൾക്ക് കിട്ടും. അത് വെച്ച് ഡീബഗ് ചെയ്യാവുന്നതാണ്. ഒരു വാർണിംഗ് കിട്ടിയിട്ടുണ്ട്. വാർണിംഗ് ഞാൻ ഇഗ്നോർ ചെയ്യുകയാണ്. നമുക്ക് കിട്ടിയ ls ടൈപ്പ് ചെയ്താൽ നമുക്കൊരു a.out ഫയൽ കിട്ടിയിരിക്കുന്നു. ആ ഫയൽ gdb.a.out എന്ന് കൊടുത്താൽ നമുക്ക് GDB ആ ഫയൽ ഓപ്പൺ ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് ബ്രേക്ക് പോയിന്റ് സെറ്റ് ചെയ്യാം. ബ്രേക്ക് പോയിന്റ് സെറ്റ് ചെയ്യാൻ നമുക്ക് C ട്യൂട്ടറിൽ 14th ലൈനിൽ നമുക്ക് ബ്രേക്ക് പോയിന്റ് സെറ്റ് ചെയ്യാം. അതാണ് മെയിൻ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത്. അതിനർത്ഥം പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആ ഒരു പൊസിഷനിൽ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നിൽക്കും. അതിനുശേഷം നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി എക്സിക്യൂഷൻ കൺട്രോൾ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് B14 എന്ന് കൊടുത്താൽ ബ്രേക്ക് പോയിന്റ് സെറ്റ് ചെയ്തു. അതിനുശേഷം ഞാനൊരു B18ലും ഒരു ബ്രേക്ക് പോയിന്റ് സെറ്റ് ചെയ്തു. അതിനുശേഷം റൺ ചെയ്യുകയാണ്. റൺ ചെയ്താൽ നമ്മുടെ 14th ബ്രേക്ക് പോയിന്റിൽ ചെന്ന് നിന്നു. പ്രോഗ്രാം നിൽക്കുകയാണ്. നമുക്ക് അതേപോലെ തന്നെ ഇവിടെയും നോക്കാം.
14th ലൈനിൽ വന്ന് നിൽക്കുകയാണ്. ഇനി നമുക്ക് ഇപ്പോൾ ഇതിലൊരു സ്റ്റാക്ക് ഫ്രെയിം കിട്ടിയിരിക്കുന്നു. ഇത് ഈ ഒരു വെബ്സൈറ്റിൽ വിഷ്വലൈസ് ചെയ്ത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നുണ്ട് ഏതൊക്കെ വേരിയബിൾസ് ആണ് ഡിക്ലെയർ ആയിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് നോക്കാം. ഇവിടെ നമുക്ക് ഫ്രെയിംസ് കാണാനുള്ളതാണ്. ഇൻഫോ ഫ്രെയിംസ് ഒന്നും ഇൻഫോ ഫ്രെയിം ഇതിലൊരു മെയിൻ എന്നുള്ളൊരു ഫംഗ്ഷന് വേണ്ടിയുള്ള ഫ്രെയിമാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതെന്തെല്ലാം ഇൻഫർമേഷൻ ഇതെന്ന് പറഞ്ഞാൽ ഇത് അഡ്രസ് ഓഫ് ദ ഫ്രെയിം ആണ് ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത്. ഇതാണ് അഡ്രസ്സ്. അത് മെയിൻ ഫംഗ്ഷൻ്റെ ഫ്രെയിമാണ്. സ്റ്റാക്ക് ലെവൽ 0, അത് ഫസ്റ്റ് സ്റ്റാക്ക്. അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ടൗൺ ഫ്രെയിം കോൾഡ് ബൈ ദിസ് ഫ്രെയിം, അത് നമുക്ക് തൽക്കാലം ഇതാണ് സേവ് ചെയ്ത അഡ്രസ്സ് മെയിൻ. അത് കോൾ ചെയ്തിരിക്കുന്ന ലാംഗ്വേജ് അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഫ്രെയിം, ലാംഗ്വേജ് ഇൻ വിച്ച് സോഴ്സ് കോഡ് കറസ്പോണ്ടിങ് ടു ദിസ് ഫ്രെയിം ഈസ് റിട്ടൺ. സിയിലാണ് ഈ പ്രോഗ്രാം എഴുതിയിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നു. പിന്നെ ഫ്രെയിംസിൻ്റെ ആർഗ്യുമെൻറ്റ്സ്, ഫ്രെയിംസിൽ ലോക്കൽ വേരിയബിൾസ് ആണിത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇത് നമ്മൾ കാണേണ്ടത് ഇങ്ങനെയൊരു ഫ്രെയിം ആയിട്ടാണ് ഇതിനെ നമ്മൾ വിഷ്വലൈസ് ചെയ്യേണ്ടത്. ഈ വെബ്സൈറ്റിൽ ഇത് ക്ലിയർ ആയിട്ട് കാണിച്ചിരിക്കുന്നു. പക്ഷേ വലിയ പ്രോഗ്രാംസ് എഴുതുമ്പോൾ നമുക്ക് GDB തന്നെ യൂസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഇൻഫോ ലോക്കൽസ് കൊടുത്ത് നോക്കാം. ഇൻഫോ ലോക്കൽസിൽ കൊടുത്താലാണ് നമുക്ക് ഈ ഫ്രെയിമിൽ ക്രിയേറ്റ് ആയ വേരിയബിൾസ് എന്തെല്ലാമാണെന്ന് ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നത്. ABIC അത് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇത് തന്നെയാണ് ഇവിടെയും കാണിച്ചിരിക്കുന്നത്. പക്ഷേ എയുടെ വാല്യൂ 0000 ഈ ഒരു വാല്യൂ വന്നിരിക്കുന്നു. പക്ഷേ ഇവിടെ കാണിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ മാർക്കാണ് എന്നാണ്. പക്ഷേ ആക്ച്വലി നമ്മുടെ സിസ്റ്റത്തിൽ ഇത് കിടക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കാണും, ഈ എ നമ്മളിവിടെ ഇനീഷ്യലൈസ് ചെയ്തിട്ടില്ല. പക്ഷേ ഒരു ഗാർബേജ് നമ്മൾ കൊടുക്കാത്തൊരു വാല്യൂ ആണ് ഇവിടെ കയറി വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു അറേ എല്ലാം ഇനീഷ്യലൈസ് ചെയ്തില്ലെങ്കിൽ അതിൽ വാല്യൂസ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന പോലത്തെ വാല്യൂ ആയിരിക്കില്ല. യും സിയും ഇവിടെ കാണിച്ചിരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ GDBയിലും കണ്ടു. ഇതാണ് ഒരു ഫ്രെയിം ക്രിയേറ്റ് ആയെന്നും മനസ്സിലായി. ഫ്രെയിം ക്രിയേറ്റ് ആയത് മെയിൻ എന്ന് പറയുന്ന ഫ്രെയിമാണ് ക്രിയേറ്റ് ആയത്. അതാണ് F എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കിടക്കുന്നതിന് N ടൈപ്പ് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആയി. ഇവിടെ നമുക്ക് നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്നത് i=0. i=0 തന്നെയാണ് ഇത് നിൽക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ രണ്ട് സ്ഥലത്തും അതിൻ്റെ എക്സിക്യൂഷൻ നോക്കുകയാണ്. ഈ GDB ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ ഈ രണ്ട് സ്ഥലത്തും നോക്കിയാൽ അതിൻ്റെ ഫ്ലോ മനസ്സിലാകും. 10 എന്ന് എഴുതിയിരിക്കുന്നു. ഇനി നമുക്ക് പ്രിൻറ്റ് A കൊടുത്ത് നോക്കാം. Aയിൽ 10 വന്നിരിക്കുന്നു. പിന്നീടെല്ലാം ഇവിടെ ക്വസ്റ്റ്യൻ മാർക്കാണ്. പക്ഷേ ആക്ച്വലി കിടക്കുന്നത് ഇങ്ങനത്തെ വാല്യൂസ് ആണ്. ഇത് നമ്മൾ കൊടുത്ത വാല്യൂ അല്ല, സിസ്റ്റം തന്നെ ഇനീഷ്യലൈസ് ചെയ്യാതിരുന്നുകൊണ്ട് കൊടുത്ത ഗാർബേജ് വാല്യൂസ് ആണ് ഇതെല്ലാം. ഇനി നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. കുറച്ച് ആ ഫോർ ലൂപ്പിലൂടെ കടന്നു പോവുകയാണ്. ഒന്നും കൂടി നമുക്കൊന്ന് പ്രിൻ്റ് നോക്കാം.
എയിൽ 10 11 12 എന്ന് വന്നിരിക്കുന്നു. ഇവിടെ നമുക്ക് 10 12 13 ഈ അറേയും ഇവിടെ ഫില്ലായി, ഇവിടെ നമുക്ക് ഫില്ലായി കണ്ടു. ഇനി നമുക്ക് കിടക്കാം നെക്സ്റ്റ് ഇത് പ്രിൻ്റ് ചെയ്യാണ്. ഇതിൽ എ ഓഫ് ഐ 10 ആണ്, അത് പ്രിൻ്റ് ചെയ്തു. ഇവിടെയും അത് പ്രിൻ്റ് ചെയ്യുന്നു, 10 എന്ന് പ്രിൻ്റ് ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ എ ഓഫ് ഐ കോമ എ ഓഫ് ഐ എന്ന ഫങ്ഷൻ കോൾ ചെയ്തിരിക്കുകയാണ്. ഈ ഫങ്ഷൻ കോൾ ചെയ്താൽ ഇതിവിടെ പോകും. എ ഓഫ് ഐയുടെ വാല്യൂ എത്രയാണ്? ഐയുടെ വാല്യൂ 0 ആണ്. എ ഓഫ് ഐയുടെ വാല്യൂ 10 ആണ്. അപ്പോൾ നമുക്ക് പാസ്സാകേണ്ടത്, നമുക്കൊന്നും കൂടി ഒന്ന് ഫ്രെയിം നോക്കാം. ഇൻഫോ ഫ്രെയിംസ്, ഇൻഫോ എഫ് എന്ന് അടിച്ചാലും മതി. ഇപ്പോൾ നോക്കുമ്പോൾ നമുക്ക് 2 ഫ്രെയിം ഇവിടെ വന്നിരിക്കുന്നു. പ്രീവിയസ് ഫ്രെയിമിൻ്റെ ഫങ്ഷൻ ഇവിടെ വന്നു. ഇൻഫോ ഫ്രെയിംസ് ഇൻഫോ ലോക്കൽസ്. ഇപ്പോഴും നമ്മൾ മറ്റേ കോൾ ചെയ്തിട്ടില്ല. നമുക്ക് now frames going up, down, going down. Okay. ഓക്കെ, ഗോട്ട് ഇറ്റ്. നമ്മളിവിടെ ഇവിടെ നിന്ന് നെക്സ്റ്റ് സ്റ്റെപ്പ് അടിച്ചപ്പോൾ നമുക്ക് ഇതിലേക്ക് തന്നെ വരാം. ഈ 26th ലൈനിൽ നിന്ന് നെക്സ്റ്റ് സ്റ്റെപ്പ് അടിച്ചാൽ നേരെ ഫോർ ലൂപ്പ് ഇവിടേക്ക് വരും. എന്ന് കമാൻഡ് അടിച്ചാൽ നമുക്ക് വേറൊരു കമാൻഡ് ഇവിടെ പരിചയപ്പെടാം. എസ് എന്ന് പറയുന്ന കമാൻഡ്. എസ് എന്ന് പറയുന്ന കമാൻഡ് ഓരോ ഇൻസ്ട്രക്ഷൻ വഴി ഓരോ നെക്സ്റ്റ് സോഴ്സ് കോഡ് ലൈനിലേക്കല്ല പോകുന്നത്, നെക്സ്റ്റ് ലൈനിലോട്ടാണ്, കോളിംഗ് സ്റ്റെപ്പിലോട്ടാണ് പോകുന്നത്. നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ഇവിടെ നോക്കാം.
go to the next instruction, diving into function. അതാണ് സ്റ്റെപ്പ് എസ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം അതൊന്നും കൂടി. നെക്സ്റ്റ്. ഓക്കെ, കൺട്രോൾ എൽ. ഇവിടുന്ന് സ്റ്റെപ്പ് അടിച്ചാൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ ഒരു ഫങ്ഷനിലാണ്, ആഡ് എന്ന ഫങ്ഷനിലാണ് നിൽക്കുന്നത്. ഒന്നും കൂടി ഈ പ്രോഗ്രാം ഇവിടെ വിഷ്വലൈസ് ചെയ്താൽ ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇനി നമ്മൾ ഫ്രെയിം നോക്കിയാൽ ഇപ്പോൾ നമുക്ക് രണ്ട് ഫ്രെയിം ഇവിടെ ക്രിയേറ്റ് ആയി, മെയിൻ എന്ന് പറയുന്ന ഫ്രെയിമും ആഡ് എന്ന ഫ്രെയിമും. ആ ഫ്രെയിംസ് ഇവിടെയും കാണേണ്ടതാണ്. അതാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. ആഡ് എന്ന് പറയുന്ന ഫ്രെയിം ഇത്. പ്രീവിയസ് ഫ്രെയിമിൻ്റെ അഡ്രസ് ഇതാണ്. ഇൻഫോ ലോക്കൽസ് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഫ്രെയിമിൽ ഉള്ള വേരിയബിൾസ് എന്തെല്ലാമാണെന്നാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ഫ്രെയിമിൽ നോക്കിയാൽ നമുക്ക് സം 16 എന്നാണ് കാണിച്ചിരിക്കുന്നത്. സം 16 മാത്രമേ ഉള്ളൂ. അതായത് ഇനി മുകളിലത്തെ ഫ്രെയിമിൽ നിന്ന് പോയി നോക്കാം. മുകളിലത്തെ ഫ്രെയിം മെയിൻ ആണ്. മെയിൻ എന്ന ഫ്രെയിം, ഇതിലെ ലോക്കൽസ് ഈ വേരിയബിൾസ് എല്ലാമാണ്. അതിനർത്ഥം നമ്മൾ ഇപ്പോൾ ഈ ഫ്രെയിമിലേക്ക് അപ്പ് നടിച്ച് കഴിഞ്ഞാൽ ഈ ഫ്രെയിമിലേക്ക് കടന്നു. ഈ ഫ്രെയിമിലെ വേരിയബിൾസ് കാണണമെങ്കിൽ ഇൻഫോ ലോക്കൽസ് കൊടുത്താൽ മതി. ഇത് നമ്മൾ ഡൗൺ എന്നടിച്ച് ഇൻഫോ ലോക്കൽസ് കൊടുത്താൽ ഈ ഫ്രെയിമിലെ വേരിയബിൾസ് എല്ലാം കാണും. നമുക്കൊരു സ്റ്റെപ്പ് കൂടി ചെയ്യാം. ഇനിയിപ്പോൾ ആഡ് 2ലേക്ക് വന്നിരിക്കും. ആഡ് 2 എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിച്ചിരിക്കുന്നു ഇവിടെ. അത് നമുക്കൊന്ന് കാണാം. ആഡ് 2വിൽ സെഡ് എന്ന് പറയുന്ന എന്ന് പറയുന്ന ഒരു വേരിയബിൾ മാത്രമാണ്. അത് നോക്കാം. ഇൻഫോ ഫ്രെയിം ആഡ് 2 എന്ന് പറയുന്ന ഒരു ഫ്രെയിം ക്രിയേറ്റ് ആയി. കോൾഡ് ഫ്രം ഈ അഡ്രസ്സിലുള്ള ഫ്രെയിമിൽ നിന്നാണ് അത് കോൾ ആയിരിക്കുന്നത് എന്നെല്ലാം മനസ്സിലായിരിക്കും. നമുക്ക് ഇത്രയും ഡീറ്റെയിൽസ് ഇത് അഡ്രസ്സ് ആയതുകൊണ്ട് മനസ്സിലാക്കാൻ പാടാണ്. എങ്കിലും നമുക്ക് ഇൻഫോ ലോക്കൽസ് എന്ന് കൊടുത്താൽ നോ ലോക്കൽ വേരിയബിൾ. ഓക്കെ, സം 16 വന്നിരിക്കുന്നു. ഇത് നമ്മൾ ഓൾറെഡി റിട്ടേൺ ആയതുകൊണ്ട് ഇതിൽ കാണിക്കുന്നില്ല. നമുക്ക് നെക്സ്റ്റ് ടൈം വരുമ്പോൾ കാണാം. വീണ്ടും സ്റ്റെപ്പ്. ഈ സ്റ്റാക്കിലെ വേരിയബിൾ സം കാണിച്ചിരിക്കുന്നു. അതാണ് ഇത് ഒരു ആപ്പും കൂടി അടിച്ചാൽ മെയിൻ സ്റ്റാക്കിലെത്തും. അതിലെ ഇൻഫോ വേരിയബിൾസ് ലോക്കൽസ് വേരിയബിൾ നോക്കിയാൽ ഇതെല്ലാമാണ്. ഇനി നമ്മൾ ഡൗൺ ഒന്നടിച്ച് ഇൻഫോ ആർഗ്സ് അടിച്ചാൽ എക്സും വൈയും കിട്ടുന്നു. അതായത് ഇതിൻ്റെ ആർഗ്യുമെൻ്റാണ്, ഈ ഒരു ഫങ്ഷൻ്റെ ആർഗ്യുമെൻ്റാണ് എക്സും വൈ എന്നും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഫോ എക്സും വൈയും. അതുകൊണ്ട് ലോക്കൽ വേരിയബിൾസിൽ കാണിക്കില്ല, ഇൻഫോ ആർഗ്സിലാണ് ഈ സ്റ്റാക്കിൻ്റെ ആർഗ്യുമെൻറ്റ്സ് ആയ എക്സും വൈയും ഡിസ്പ്ലേ ചെയ്യുന്നത്. അതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി വരാം. നെക്സ്റ്റ് ടേബിൾ കോൾ ആയിരിക്കുന്നു. ഫ്രെയിം ആഡ് എന്ന ഫ്രെയിമാണ്. ഇൻഫോ ലോക്കൽ 18, ഇൻഫോ ആർഗ്സ് എക്സും 13. ഇവിടെ നമുക്ക്
11114 നമുക്കത് കിട്ടുമോ നോക്കാം. ഫോറും 14ഉം ലാസ്റ്റ് സ്റ്റെപ്പ് തന്നെ ആയിരുന്നു തോന്നുന്നു. ഇത് നമുക്ക് info 414 x04 x is equal to 12. നമ്മളിതിൽ 414 ഇതാണ് നമ്മൾ ഇവിടെ നിൽക്കുന്ന സ്റ്റേജ് ഇൻഫോ ആർഗ്സ് 414 ആഡിലെ ആർഗ്യുമെൻറ്റ്സ് എക്സും വൈയുമാണ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇൻഫോ ലോക്കൽസ് 18 അത് നമുക്ക് നോക്കാം. ഒരു സ്റ്റെപ്പ് ഇത് ഓക്കെ. ഇൻഫോ ലോക്കൽ 18 സം എന്ന് പറയുന്ന വേരിയബിൾ 18 ഇത് ഓൾറെഡി കാൽക്കുലേറ്റഡ് ആയി. ഓക്കെ, നമുക്ക് ഡൗൺ എന്ന് ചെയ്ത് നോക്കാം. വി ക്യാൻ ഗോ ഡൗൺ. സ്റ്റാക്ക് ഓൾറെഡി ക്ലിയർ ആയി. ഓക്കെ, നമ്മൾ ഓൾറെഡി ഈ സ്റ്റേജിൽ നിന്ന് ആഡ് ടു എന്നുള്ള ഫംഗ്ഷനിലും കടന്ന് 18 കാൽക്കുലേറ്റ് ചെയ്ത് തിരിച്ച് ഇവിടെ എത്തിയിരിക്കുന്നു. ആഡ് ടു കോൾ ആകുന്നുള്ളൂ. ഇൻഫോ ലോക്കൽസ് വന്നിട്ടില്ല. യെസ്, ഇൻഫോ ലോക്കൽ എഫ് ആഡ് ടു ഇൻഫോ ആർഗ്സിൽ 18 വന്നിരിക്കുന്നു ഓൾറെഡി. 18 ഇങ്ങോട്ട് കോളായി. ഇനി യെസ്, വീണ്ടും ആഡിലെത്തിയിരിക്കുന്നു. ആഡ് ടു എന്നുള്ള ഫംഗ്ഷനിൽ നിന്ന് ആഡ് എന്ന ഫംഗ്ഷനിലേക്ക് എത്തിയിരിക്കുന്നു. ഇൻഫോ എഫ് ഫ്രെയിംസ് എല്ലാം ലിസ്റ്റ് ആയിരിക്കുന്നു. ഇൻഫോ ആർഗ്സ് 4ഉം 14ഉം ആണ്. ഇൻഫോ ലോക്കൽ 20യുമാണ്. ഇത്രയാണ് നമുക്കിവിടെ കിട്ടിയത്. അതേ ഇൻഫർമേഷൻ തന്നെ ഇവിടെയും കിട്ടിയിരിക്കുന്നു. അത് ഈ കമാൻഡ്സ് GDBയിൽ ഉപയോഗിക്കേണ്ടത് ഇൻഫോ ആർഗ്സ് ഇൻഫോ ലോക്കൽ. ഫ്രെയിം ഏതാണെന്ന് മനസ്സിലാക്കാൻ ജസ്റ്റ് എഫ് ആഡ് എന്നുള്ള ഫ്രെയിമാണെന്ന് മനസ്സിലാവും. ഓക്കെ, ഇനി നമുക്ക് ഓരോ സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇവിടെ ഒരു സ്റ്റെപ്പ്, ഇതിലും ഒരു സ്റ്റെപ്പ്. നെക്സ്റ്റ് പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്നു. പ്രിന്റ് എഫിനകത്തേക്ക് പോകുന്നതാണ്. പ്രിന്റ് എഫിനകത്ത് നമുക്ക് അധികം ഡീബഗ് ചെയ്യേണ്ട ആവശ്യമില്ല. തിരിച്ച് നമ്മൾ ഫോർ ലൂപ്പിലെത്തി. ഇവിടെയും എത്തിയിരിക്കുന്നു. മെയിനിലുള്ള ഫോർ ലൂപ്പാണിത്. യെസ്, ഐയുടെ വാല്യൂ 5 ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് എക്സിറ്റ് ആയി. മെയിനിലേക്ക് റിട്ടേൺ ആവുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ഡൺ റണ്ണിങ് എക്സിറ്റ് സി. ഓക്കെ, ഇതാണ് സി പ്രോഗ്രാമിങ്ങിൻ്റെ ഡീബഗ്ഗിങ്. അപ്പോൾ നമ്മൾ പല കമാൻഡ്സ് കണ്ടു GDBയിൽ. ഒന്ന് കണ്ടത്
ഫ്രെയിംസ് എങ്ങനെ കാണാമെന്ന് കണ്ടു. ഇൻഫോ ഫ്രെയിം അല്ലെങ്കിൽ ജസ്റ്റ് എഫ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. പിന്നെ ബ്രേക്ക് പോയിൻറ്റ്സ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് കണ്ടു. ബി പിന്നെ ലൈൻ നമ്പർ അങ്ങനെ ടൈപ്പ് ചെയ്ത് നമുക്ക് ബ്രേക്ക് പോയിൻറ്റ് സെറ്റ് ചെയ്യാം. പിന്നെ കണ്ടത് ഫ്രെയിമിനകത്ത് ഏതെല്ലാം ലോക്കൽസ് വേരിയബിൾസ് ഉണ്ടെന്ന് കാണാൻ ഇൻഫോ ലോക്കൽസ്. ഫ്രെയിമിനകത്തെ ആർഗ്യുമെൻറ്റ്സ് കാണാൻ, അതായത് നമ്മൾ ഇങ്ങനെ ആർഗ്യുമെൻറ്റ്സ് ഈ ആഡ് എന്ന് പറയുന്നത് പുതിയൊരു ഫ്രെയിമായി ക്രിയേറ്റ് ആകും. അതിൻ്റെ ആർഗ്യുമെൻറ്റ്സ് ആണ് ഇവിടെ വരുമ്പോൾ എക്സും വൈയും. എക്സും വൈനെ നമ്മൾ ഇൻഫോ ആർഗ്സ് എന്നുള്ള കമാൻഡ് ഉപയോഗിച്ച് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. അത് ഇൻഫോ ആർഗ്സ് എന്നുള്ള കമാൻഡ് വെച്ച് കണ്ടുപിടിച്ചു. പിന്നെ നമ്മൾ കണ്ടത് ഫ്രെയിംസിന് ഇപ്പോൾ ആഡ് എന്നുള്ള ഫ്രെയിം ക്രിയേറ്റ് ആയി, അതിനുശേഷം ആഡ് ടു ക്രിയേറ്റ് ആയി. ഇത് തമ്മിൽ സ്വിച്ച് ചെയ്യാൻ ആഡ് ടു ക്രിയേറ്റ് ആയിട്ട് അതിന് പുറകിലുള്ള പ്രീവിയസ് ഫ്രെയിംസ് കാണാൻ വേണ്ടി നമുക്ക് ഡൗൺ അല്ലെങ്കിൽ അപ്പ് എന്നീ കമാൻഡുകൾ ഉപയോഗിച്ച് ഫ്രെയിംസ് സ്വിച്ച് ചെയ്യാം. ഒന്നിൽ നിന്ന് ഒന്ന് സ്വിച്ച് ചെയ്ത് അതിൽ വേരിയബിൾസ് കാണണമെങ്കിൽ ഇൻഫോ ലോക്കൽസ് എന്ന് കൊടുത്താൽ അതിലെ വേരിയബിൾസ് കാണാവുന്നതാണ്. ഇത്രയുമാണ് നമ്മൾ GDBയിൽ കണ്ടത്. നമ്മൾ ഈ ഡീബഗിങ് വിഷ്വലൈസ് ചെയ്ത് കണ്ടതുപോലെ തന്നെ നമ്മൾ GDBയിൽ കമാൻഡ്സ് ഉപയോഗിച്ച് പല സ്റ്റേറ്റ്മെൻറ്റുകളും കമാൻഡുകളും ഉപയോഗിച്ച് സെയിം ഇൻഫർമേഷൻ തന്നെ ഇവിടെ നിന്ന് കിട്ടുന്നു. ഇത്രയുമാണ് നമുക്ക് സിയിൽ GDBയെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് പൈത്തണിൽ ഇതേ ഡീബഗിങ് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. പൈത്തണിൽ നമ്മൾ ചെയ്യുന്നത് ഒരു PDB എന്ന് പറയുന്ന ഡീബഗർ ഉപയോഗിച്ചാണ്. PDB അതിൻ്റെ ഇൻഫർമേഷൻ നോക്കുകയാണെങ്കിൽ PDB ഡീറ്റെയിൽസ് എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് PDB ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ പൈത്തൺ ഡീബഗർ PDB ഇൻസ്റ്റലേഷൻ ഉബുണ്ടുവിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഈ കമാൻഡുകൾ ഉപയോഗിച്ച് IPDB ഇൻസ്റ്റാൾ ചെയ്യാം. See Python to install. എനിക്ക് തോന്നുന്നു നിങ്ങൾ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ PDB ഇൻസ്റ്റാൾ ചെയ്ത് വരേണ്ടതാണ്. അല്ലെങ്കിൽ ഇമ്പോർട്ട് PDB ഉണ്ടോ എന്ന് ട്രൈ ചെയ്ത് നോക്കാം. എക്സ്റ്റൻഷൻ ഇൻ്റർഫേസ് how to install PDB.
ഓക്കെ. തൽക്കാലം നമുക്ക് എനിക്ക് തോന്നുന്നു ആപ്റ്റ് മൈനസ് ഇൻസ്റ്റാൾ ഈ കമാൻഡ് കൊടുത്ത പോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ്. Getting started with then I import PDB. ഓക്കെ, നിങ്ങൾ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കൂ. അതിൽ PDB ഉണ്ടാകേണ്ടതാണ്. About version Python. ഓക്കെ, ഇതിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് പൈത്തൺ പ്രോഗ്രാം. ഈ പൈത്തൺ പ്രോഗ്രാമിൽ നമ്മളൊരു ലിസ്റ്റായി തന്നെ ഡിക്ലെയർ ചെയ്യുന്നു. ലിസ്റ്റിലെ ഫസ്റ്റ് വാല്യൂ 54 ആക്കി മാറ്റുന്നു. അതിനുശേഷം രണ്ട് ഫങ്ഷൻസ് ആണ് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഈ ആഡ് എന്നുള്ള ഫംഗ്ഷനിൽ നിന്ന് ആഡ് ടു കോൾ ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഓരോ ഈ ആഡ് എന്നുള്ള ഫംഗ്ഷൻ ഒരു ഫോർ ലൂപ്പിൽ വിളിക്കുന്നു. ഇത്രയാണ് ഈ പൈത്തൺ പ്രോഗ്രാം. നമുക്കിത് PDBയിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. പൈത്തൺ 3 ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. -m എന്നൊരു ഓപ്ഷൻ ചൂസ് ചെയ്യണം. അതിനുശേഷം PDB പൈത്തൺ പ്രോഗ്രാം എന്ന് ടൈപ്പ് ചെയ്താൽ നമുക്ക് PDB പ്രോംപ്റ്റ് കിട്ടും. ഇത് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. നമുക്ക് ഇവിടെയും ചെയ്യുന്നത് സെയിം പ്രോഗ്രാം തന്നെയാണ് രണ്ട് സ്ഥലത്തും. ഇവിടെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് A എന്നുള്ള ഗ്ലോബൽ ഫ്രെയിമിൽ A എന്നുള്ള പറയുന്ന ഒരു ഒബ്ജക്റ്റ് ലിസ്റ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയിരിക്കുന്നു. അതുതന്നെയാണ് ഇവിടെയും. ഇവിടെ ഫ്രെയിം നോക്കുന്നതിന് ഫ്രെയിം എന്ന് ടൈപ്പ് ചെയ്യാം. W എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴാണ് എവിടെ ഏത് ഫ്രെയിമിലാണ് നിൽക്കുന്നതെന്ന് കാണുന്നത്. W ഡോട്ട് ലോക്കൽസ് വേരിയബിൾ ലിസ്റ്റ് ചെയ്ത് വന്നിരിക്കുന്നു. ഇനി നമുക്ക് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകാം. S ടൈപ്പ് ചെയ്ത് അപ്പോൾ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വന്നു. ഇവിടെയും നമുക്ക് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകാം. A54 ആയി മാറിയിരിക്കുന്നു. പ്രിൻറ്റ് A കൊടുത്താൽ A പ്രിൻ്റായി. ഇപ്പോൾ തൽക്കാലം Aയുടെ വാല്യൂ ഇതാണ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോഴാണ് എക്സിക്യൂട്ട് ചെയ്തത്. പ്രിൻറ്റ് A കൊടുത്താൽ 54 ആയി മാറിയിരിക്കുന്നു. ഇനി നമുക്ക് ഇപ്പുറത്ത് നെക്സ്റ്റ് ടൈപ്പ് ചെയ്താൽ ആഡ് എന്നുള്ളൊരു ഫംഗ്ഷൻ പോയിൻ്റർ ഫംഗ്ഷൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയിരിക്കുന്നു. ഇവിടെയും നമുക്ക് നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാം, ആഡ്. ഇനി നമുക്ക് W ടൈപ്പ് ചെയ്ത് നോക്കാം.
w dot locals ഇതെല്ലാമാണ് ഗ്ലോബൽ. ഇത് തന്നെയാണ് ലിസ്റ്റ് ആകുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ആഡ് ടു ക്രിയേറ്റ് ആയിരിക്കുന്നു. വീണ്ടും ഇവിടെയും ഫോർ ലൂപ്പിലേക്ക് വന്നിരിക്കുന്നു. ഇവിടെയും ഫോർ ലൂപ്പിലേക്ക് വന്നിരിക്കുന്നു. ഇനി നമ്മൾ w ക്രിയേറ്റ് ചെയ്താൽ, ടൈപ്പ് ചെയ്താൽ ഇതാണ് ഫ്രെയിം. w dot locals w dot a എന്ന് പറയുമ്പോൾ ആർഗ്യുമെൻറ്റ്സ് എല്ലാം ലിസ്റ്റ് ആയിരിക്കുന്നു. ഓക്കെ, എസ് ഇവിടെയാണ് പ്രിന്റ് എന്ന് പറയുന്ന ആഡ് ഫംഗ്ഷൻ കോൾ ആകുന്നത്. നമുക്ക് നോക്കാം. ഇപ്പുറത്തും ആഡ് എന്നുള്ള ഫംഗ്ഷൻ കോൾ ആയപ്പോൾ ആഡ് എന്നുള്ള ഫ്രെയിം ക്രിയേറ്റ് ആയി. ഇനി നമ്മൾ w ക്രിയേറ്റ് ചെയ്യുമ്പോൾ, w ടൈപ്പ് ചെയ്യുമ്പോൾ ഫ്രെയിമിൽ പ്രിന്റ് 1 i1 എന്ന് കോൾ ആയിരിക്കുന്നു. a എന്ന് പറയുന്ന കറണ്ട് ആർഗ്യുമെൻറ്റ്സ് എന്തെല്ലാമാണെന്ന് ചോദിച്ചാൽ 1ഉം 54ഉമാണ്. അതാണ് എയിൽ കാണിച്ചിരിക്കുന്നത്. ഡബ്ല്യുവിൽ എല്ലാ ഫ്രെയിമിലെ എല്ലാ വേരിയബിൾസും ലോക്കൽ ഗ്ലോബൽ വേരിയബിൾസ് എല്ലാ ഓബ്ജക്ട്സും കാണിച്ചിരിക്കുന്നു. ഈ ലിസ്റ്റ് ചെയ്ത് തന്നെയാണ് എ. അപ്പ് w up control L w up w f f up w. Okay, where is the down? ഞാൻ ഫ്രെയിമുകൾ ഇങ്ങനെ ഓരോന്നായി സ്വിച്ച് ചെയ്യുകയാണ്. നമുക്ക് കിട്ടാത്തത് എ എന്ന് പറയുന്ന ലിസ്റ്റ് ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നില്ല. അതെങ്ങനെ കിട്ടും എന്നാണ് നോക്കുന്നത്. എ കിട്ടുന്നതിന് നമുക്ക് ബ്രേക്ക് പോയിന്റ് ഒരു 6th ലൈനിൽ ബ്രേക്ക് പോയിന്റ് കൊടുക്കാം. 6th ലൈനിൽ ഒരു കമൻറ്റോ ബ്രേക്ക് പോയിന്റോ ആണ്. 5th ലൈനിൽ ഒരു ബ്രേക്ക് പോയിന്റ് ബി സ്പേസ് ലൈൻ നമ്പർ കൊടുത്താൽ ബ്രേക്ക് പോയിന്റ് സെറ്റ് ആവും. അതിനുശേഷം ഇൻഫോ ബ്രേക്ക്, അതില്ല. ഇൻഫോ ബ്രേക്ക് GDBയിൽ ഇൻഫോ ബ്രേക്ക് എന്ന് കൊടുത്താൽ എല്ലാ ബ്രേക്ക് പോയിന്റ്സും ലിസ്റ്റ് ചെയ്ത് കാണിക്കും. പക്ഷെ PDBയിൽ അങ്ങനത്തെ ഓപ്ഷൻ ഇല്ല. പക്ഷേ
w dot a w dot args. No. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്ത് നോക്കാം. യെസ്, ആഡ് ടു കോൾ ആകുന്നു. ആഡ് ടു കോൾ ആകുന്നത് ഇവിടെ നോക്കിയാൽ ഇവിടെയാണ് ആഡ് ടു കോൾ ആകുന്നത്. ആഡ് ടു തേർഡ് ഫ്രെയിം ക്രിയേറ്റ് ആയിരിക്കുന്നു. ഇനി നമ്മൾ ഈ ഫ്രെയിം നോക്കിയാൽ യെസ്, ഈ ഫ്രെയിമിൽ 55 എന്ന് ക്രിയേറ്റ് ആയിരിക്കുന്നു. ഈ ഫ്രെയിമിലും പുതിയ ഫ്രെയിമിലും ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ഫ്രെയിം ആഡ് ടു എന്ന് പറയുന്ന ഫ്രെയിമാണ്. അതിന് മുകളിൽ ആഡ് ക്രിയേറ്റ് ആയിരിക്കുന്നു. ഇവിടെയാണ് ആഡ് ടു, ആഡ് ഗ്ലോബൽ ഫുൾ പ്രോഗ്രാമിൻ്റെ ഒരു ഫ്രെയിം. ഇത്രയാണ് ക്രിയേറ്റ് ആയത്. നമുക്കതിൽ എ ലിസ്റ്റ് ചെയ്തു, ഡബ്ല്യു ലിസ്റ്റ് ചെയ്താൽ മൊത്തം ഡബ്ല്യു ലിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഫ്രെയിംസ് ക്രിയേറ്റ് ആയി എന്നുള്ളത് കാണിക്കാനാണ് ഡബ്ല്യു. നമുക്കിവിടെ നോക്കാം അതിൻ്റെ എക്സ്പ്ലനേഷൻ. വേർ print a stack trace with most recent frame at the bottom. An arrow indicates the current frame, which determines the context of most commands. Arrow marker. പിന്നെ എനിക്ക് പഴയ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ആഡ് ടു എന്നുള്ള ഫ്രെയിമിലാണ്. മുകളിലോട്ട് പോയപ്പോൾ ആഡ് എന്ന ഫ്രെയിമിലെത്തി. വീണ്ടും വന്നപ്പോൾ പ്രിൻ്റ് എന്നുള്ള ഫ്രെയിമിലെത്തി. പ്രിൻ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഫ്രെയിമിലെത്തി. ഓക്കെ, വീണ്ടും അപ്പടിക്കുമ്പോൾ നമ്മൾ ഗ്ലോബൽ ഇതിലെത്തി. ഇതിൽ ഞാൻ എ പ്രിൻ്റ് ചെയ്യുമ്പോൾ വരുന്നില്ല. ലോക്കൽസ് w ഡോട്ട് ലോക്കൽസ് വരുന്നില്ല. ഞാൻ എ എന്ന് പറയുന്ന ലിസ്റ്റ് എവിടെയാണെന്നാണ് നോക്കുന്നത്. നമുക്കിവിടെ അത് കാണാൻ പറ്റുന്നുണ്ട്. ഇതിലിവിടെ ഈ ഗ്ലോബൽ ഫ്രെയിമിൽ വന്ന് നമ്മൾ എല്ലാ വേരിയബിൾസും ചെക്ക് ചെയ്യുമ്പോൾ അതിൽ കാണേണ്ടതാണ്. പക്ഷേ ആ ഓപ്ഷൻ ഏതാണെന്ന് ഇവിടെ ഡോക്യുമെൻറ്റേഷനിൽ നോക്കുകയാണ്. disable commands step or continue args b expression what is source display the value of expression if it changed interact on with വളരെയധികം ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ വളരെ കുറച്ച്
ഓപ്ഷൻസ് മാത്രമാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. പ്രിൻറ്റ് എ എന്ന് പറയുന്ന എയുടെ വാല്യൂ കാണുന്നുണ്ട്. പക്ഷേ എയുടെ ഒബ്ജക്റ്റ് w വരുമ്പോൾ വേർ വി ആർ എന്ന് പറയുമ്പോൾ നമ്മൾ മൊഡ്യൂൾ എന്ന് പറയുന്ന ഫ്രെയിമും അതിനുശേഷം ആഡ് എന്നുള്ള പറയുന്ന ഫ്രെയിമും ഉണ്ട്, അതിലാണ് നിൽക്കുന്നത്. നമ്മൾ അപ്പടിച്ചാൽ പ്രിൻ്റ് എന്ന് പറയുന്ന ഫ്രെയിമിലെത്തി. പ്രിൻ്റ് എന്ന് പറയുന്ന ഫ്രെയിമിൽ നിന്ന് അപ്പടിച്ചാൽ സ്ട്രിങ് എന്ന് പറയുന്ന ഫ്രെയിമിലെത്തി. ഇവിടെ നമുക്ക് വാല്യൂസ് ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. How to see all values in a frame? Locals. Local. Display value of expression. Let's display. Displaying. ഓക്കെ, തൽക്കാലം ഇപ്പോൾ നമുക്ക് ഇത് എക്സിക്യൂഷൻ കൂടി നോക്കാം. ഇപ്പോൾ ഉള്ള ഫ്രെയിംസ് നോക്കാൻ w. ഇപ്പോൾ നമുക്ക് ഒരു ഫ്രെയിം മാത്രമേ ഉള്ളൂ. നമ്മൾ മെയിൻ ലൂപ്പിൽ ഗ്ലോബൽ ഫ്രെയിമിലാണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ഇവിടെ നെക്സ്റ്റ് ഇവിടെ എത്തുമ്പോൾ വീണ്ടും ക്ലോൾ ചെയ്തു, ആഡ് ക്രിയേറ്റ് ആയി. Ctrl+L. ഫ്രെയിംസ് നോക്കുമ്പോൾ നമുക്ക് ആഡ് എന്നുള്ളൊരു ഫ്രെയിമും മൊഡ്യൂൾ എന്നുള്ള ഫ്രെയിമും ഒരു എസും കൂടി ടൈപ്പ് ചെയ്താൽ ആഡ് ടു ക്രിയേറ്റ് ആയി. ഡബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആഡ് ടു എന്നുള്ള ഫ്രെയിമും ആഡ് മൊഡ്യൂൾ ഇത് തന്നെയാണ് ഇവിടെയും ക്രിയേറ്റ് ആവുന്നത്.
add global. ഓക്കെ, വീണ്ടും എക്സിക്യൂഷൻ നോക്കാം. 5 അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ലോക്കൽസ് w a എന്ന് പറയുന്നതാണ് 5. ഇവിടെ എത്തി. യെസ്, ഇതിൽ a ടൈപ്പ് ചെയ്യുമ്പോൾ ആർഗ്യുമെൻറ്റ്സ് എക്സ് ആൻഡ് വൈ. ഓക്കെ, എക്സ് ആൻഡ് വൈ. നമുക്കൊരു കാര്യം ചെയ്ത് നോക്കാം. ലോക്കൽസ് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. കൺട്രോൾ സെറ്റ് ലോക്കൽസ് വേരിയബിൾസ് എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിച്ചത് സം 1 ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. അതിനുശേഷം സം 1 ഇവിടെ പാസ് ചെയ്യുന്നു. ആർ ഈക്വൽ ടു സം പ്ലസ് 2. റിട്ടേൺ ചെയ്യുന്നത് ആർ. ഇത്രയും ചേഞ്ചസ് നമുക്ക് ഇവിടെയും ചെയ്ത് നോക്കാം. സം ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. ആർ ഈക്വൽ ടു സം പ്ലസ് 2. സം വിഷ്വലൈസ് ചെയ്യാം. ഇവിടെയും നമുക്ക് PDB എടുക്കാം. ഓക്കെ, ഈ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയി. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയിരിക്കുന്നു. PDB-യിൽ a എന്നുള്ള വാല്യൂ പ്രിൻ്റ് ആകുന്നില്ല. പ്രിൻ്റ് ഓഫ് a കൊടുത്താൽ മാത്രമാണ് a പ്രിൻ്റ് ആകുന്നത്. ഓക്കെ, w aൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഓക്കെ, ഇവിടെ നിന്ന് ആഡ് ഫങ്ഷൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയി. നമ്മൾ നേരെ ഫോർ ലൂപ്പിലേക്ക് എത്തുകയാണ്. ഇവിടെ നോക്കാം, ഫോർ ലൂപ്പിലെത്തി. വീണ്ടും ആഡ് 1 കോൾ ചെയ്യുന്നു. പ്രിൻ്റ് എന്നുള്ള ഫങ്ഷനകത്ത് വെച്ച് 1 ആണ്, ഐയും 1ഉം ആണ് പാസ് ചെയ്യുന്നത്. ഐ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും.
അപ്പോൾ 1 ആണ് ഫസ്റ്റ് കോളിൽ പാസ്സാകുന്നത്. യെസ്, I54 ആണ്. I54 ആണ്, 1 അല്ല 54 ആണ്. കാരണം I നമ്മളിവിടെ ചേഞ്ച് ചെയ്തു, AF0 54 ആക്കി മാറ്റി. 54 ആണ് പാസ്സാകുന്നത്. യെസ് ടൈപ്പ് ചെയ്തു. ഇവിടെ എത്തി. ഈ ഫ്രെയിമിൽ നമുക്ക് 2 വാല്യൂസ് എക്സും വൈയും കിട്ടി. നമ്മളതിൽ ഇത് നോക്കാം. എക്സും വൈയും നമ്മളൊരു ഫ്രെയിമിലേക്ക് എത്തിയാൽ ആ ഫ്രെയിമിൽ എ എന്ന് ടൈപ്പ് ചെയ്താൽ ആർഗ്യുമെൻറ്റ്സ് ലിസ്റ്റ് ചെയ്യും. അതിനുശേഷം സം ക്രിയേറ്റ് ആയി ഈ ഫ്രെയിമിൽ. സം 1 ആണ് നമ്മളിവിടെ കൊടുത്തത്. സം 1. ഇനി നോക്കേണ്ടത് എയിൽ ഇപ്പോഴും വരുന്നത് ആർഗ്യുമെൻറ്റ്സ് മാത്രമാണ്. എ ഡോട്ട് ലോക്കൽസിൽ വരുന്നത് മാത്രമാണ്. ലോക്കൽസിൽ വരുന്നത് വന്നിട്ടില്ല. വി വാണ്ട് ടു സീ, നമുക്ക് കാണേണ്ടത് സം എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത് എന്നാണ് ലിസ്റ്റ് ചെയ്ത് കാണിക്കേണ്ടത്. Next frame variables. Locals ഓക്കെ, ലോക്കൽസ് എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വേരിയബിൾസ് എല്ലാം ആ ഫ്രെയിമിൽ ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം അപ്പ്. ഇവിടെ ലോക്കൽസിൽ വളരെയധികം വേരിയബിൾസ് ഉണ്ട്. ഇതാണ് ഗ്ലോബൽ സ്കോപ്പ്. അപ്പോൾ അവിടെ വളരെയധികം വേരിയബിൾസ് കാണിക്കും. നമുക്ക് ഡൗൺ ചെയ്ത് നോക്കാം. ഡൗൺ ചെയ്തു. അതിനുശേഷം ലോക്കൽസ് ഇവിടെ ടൈപ്പ് ചെയ്താൽ കിട്ടി. അതിനുശേഷം ഒന്നും കൂടി ഒന്ന് ഡൗൺ ചെയ്താൽ ഓക്കെ, ന്യൂവസ്റ്റ് ഫ്രെയിം ക്രിയേറ്റ് ആയിട്ടില്ല. ഇവിടെയാണ് ആഡ് ടു എന്നുള്ള ഫംഗ്ഷൻ്റെ ഫ്രെയിം ക്രിയേറ്റ് ആവുന്നത്. നമുക്ക് വിഷ്വലൈസ് ചെയ്ത് നോക്കിയാൽ ആഡ് ടു ക്രിയേറ്റ് ആയി. ഇവിടെ ലോക്കൽസ് ടൈപ്പ് ചെയ്താൽ സം 55 എന്ന് കാണാം. സം 55. അപ്പോൾ ലോക്കൽസ് വേരിയബിൾ കാണാൻ അതും എ എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്താൽ ആർഗ്യുമെൻറ്റ്സും ലിസ്റ്റായി വരും. അപ്പ് എന്നുള്ളത് മുകളിലത്തെ ഫ്രെയിമിലോട്ട് പോകുന്നതിനും ഡൗൺ എന്ന് പറയുന്നത് താഴത്തേക്കുള്ള ഫ്രെയിം വരുന്നതിനുമുള്ള കമാൻഡ്സ് PDB കമാൻഡ്സ് ആണ്. ഇത്രയുമാണ് മെയിനായിട്ടും പൈത്തണിൽ അറിയേണ്ടത്. ഇനി നമുക്ക് ജാവാസ്ക്രിപ്റ്റിലെ കുറച്ച് ഡീബഗിങ്ങും കാണാം. ജാവാസ്ക്രിപ്റ്റിൽ ഡീബഗിങ്ങിന് നമുക്ക് പൈത്തൺ -m ഈ ഫോൾഡറിൽ എന്താണെന്ന് നോക്കാം. ഈ ഫോൾഡറിൽ 4 ഫയൽസാണുള്ളത്. നമ്മൾ സെയിം ഫോൾഡറിൽ തന്നെ ഈ സിമ്പിൾ HTTP സെർവർ റൺ ചെയ്യുന്നു. റൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ ലോക്കൽ ഹോസ്റ്റ്
8000-ൽ എന്താണെന്ന് നോക്കാം. ലോക്കൽ ഹോസ്റ്റ് 8000-ൽ നമുക്ക് കിട്ടുന്നത് ക്യാൻസൽ ഞാൻ ക്ലോസ് ചെയ്യാണ്. ഈ 4 ഫയൽസും ലിസ്റ്റ് ചെയ്ത് വന്നിരിക്കുന്നു. ab.html സെലക്ട് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു കമാൻഡ് ഹൗ ഓൾഡ് ആർ യു എന്നുള്ള പോപ്പപ്പ് വിൻഡോ ആണ് കാണിക്കുന്നത്. ഇനി നമുക്ക് ഡെവലപ്പിംഗ് ടൂൾസിൽ മോർ ടൂൾസിൽ ഡെവലപ്പർ ടൂൾസ് എടുക്കാം. നമുക്ക് ഇങ്ങനെ ഒരു പേജ് കിട്ടും. ഇതിൽ നമുക്ക് ഹൗ ഓൾഡ് ആർ യു 34. ഓക്കെ, ഇത്രയും ലിസ്റ്റായി വന്നിരിക്കുന്നു. ഇനി നമുക്ക് കൺസോൾ കിട്ടി. ഇവിടെ എലമെൻറ്റ്സ് എന്താണെന്ന് നോക്കണമെങ്കിൽ എലമെൻറ്റ്സ് എല്ലാം കിട്ടി. ഇതാണ് നമ്മൾ എഴുതിയ HTML പേജ്. ഈ HTML പേജ് എന്ന് പറയുന്നതാണ്. നമ്മൾ ഫോമിലെത്തുമ്പോൾ ഇതാണ് ഫോം. ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ബോഡി, ഇത്രയാണ് ബോഡി, ഫുൾ HTML പേജ്. ഇനി ഒരു ബ്രേക്ക് പോയിൻറ്റ്സ് എല്ലാം സെറ്റ് ചെയ്യണമെങ്കിൽ സോഴ്സ് കോഡിൽ വന്ന് ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഈ യെസ് എന്ന് ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ബ്രേക്ക് പോയിൻറ്റ് സെറ്റ് ചെയ്യാം. ഈ ലൈനിൽ ബ്രേക്ക് പോയിൻറ്റ്സ് എല്ലാം വെറുതെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഈ ബ്രേക്ക് പോയിൻ്റ് ആഡ് ആയി. ഇനി നമുക്ക് ഇവിടെ ഒരു ഓരോ സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റെപ്പ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു ബോക്സ് ഇവിടെ ഹൈലൈറ്റ് ആകും. സ്റ്റെപ്പ് ഓവർ, നെക്സ്റ്റ് ഫങ്ഷൻ കോൾ, റെസ്യൂം. ഇത് വീണ്ടും റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ബട്ടൺ. നമുക്ക് ഈ ബട്ടൺ നോക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെയുണ്ട് സ്റ്റെപ്പ് ഇൻറ്റു നെക്സ്റ്റ് ഫങ്ഷൻ കോൾ. നമുക്ക് ഇത് തന്നെ നോക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇവിടെ തന്നെ നമുക്ക് എല്ലാ കോൾ സ്റ്റാക്കും എല്ലാ ഡീറ്റെയിൽസും ഇവിടെ തന്നെ കാണിക്കുന്നുണ്ട്. നോക്കുകയാണെങ്കിൽ വാച്ച് ചെയ്യാനൊന്നുമില്ല. കോൾ സ്റ്റാക്കിൽ മൈ ഫങ്ഷൻ്റെ കോൾ സ്റ്റാക്ക് ഉണ്ട്. ഓൺ ക്ലിക്ക് ആണ് രണ്ട് കോൾ സ്റ്റാക്കിലുള്ള രണ്ട് ഫങ്ഷൻസ്. ഇനി നമുക്ക് വീണ്ടും ക്ലിക്ക് ചെയ്യാം. ഓൺ ക്ലിക്ക് മാത്രമായി. മൈ ഫങ്ഷനിൽ നിന്ന് നമ്മൾ റിട്ടേൺ ആയി. ഇനിയിപ്പോൾ കോൾ സ്റ്റാക്കിലുള്ളത് ഓൺ ക്ലിക്ക് മാത്രമാണ്. ബ്രേക്ക് പോയിൻറ്റ്സ് നമുക്കിത് റിമൂവ് ചെയ്യാം. ഒന്നും കൂടി അതിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ മതി. റിമൂവായി, ഇത് റിമൂവായി. ഇനി റെസ്യൂം ചെയ്യണമെങ്കിൽ റെസ്യൂം ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് പേജിലേക്ക് എത്തി. ഇതാണ് നമ്മുടെ HTML പേജ് ആയിരുന്നത്. ഒന്നും കൂടി ഒന്ന് നോക്കാം. 8000 ലോക്കൽ ഹോസ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാണ് ഫയൽസ്. നമുക്കിത് എടുക്കാം. 32 സോഴ്സ് കോഡ് ഇത് ലിസ്റ്റ് ചെയ്ത് വന്നിരിക്കുന്നു. ഈ പേജിൻ്റെ സോഴ്സ് കോഡാണിത്. ഇതിൽ നമുക്ക് ബ്രേക്ക് പോയിൻ്റ് മൈ ഫങ്ഷനിൽ സെറ്റ് ചെയ്യാം. കോൾ സ്റ്റാക്കിൽ ഇപ്പോൾ ഒന്നുമില്ല. എലമെൻറ്റ്സ് എന്തെല്ലാമാണെന്ന് നോക്കിയാൽ ഹെഡ്, നമുക്കിവിടെ യെസ് എന്ന് ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ ഫങ്ഷൻ ഇവിടെ വന്ന് ബ്രേക്ക് പോയിന്റിൽ നിൽക്കുന്നു. ഇപ്പോൾ കോൾ സ്റ്റാക്കിൽ മൈ ഫങ്ഷനും ഓൺ ക്ലിക്കും ഉണ്ട്. രണ്ട് ഫങ്ഷൻസ് ആണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ റെസ്യൂം ചെയ്താൽ ഇവിടെ നമുക്ക് റെസ്യൂം ചെയ്യാം. നെക്സ്റ്റ് കോൾ സ്റ്റാക്കിൽ നിന്ന് മൈ ഫങ്ഷൻ പോയി. ഓൺ ക്ലിക്ക് മാത്രമാണ്, കാരണം ഇത് റിട്ടേൺ ചെയ്ത് ഇവിടെ എത്തി. നെക്സ്റ്റ് ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് എക്സിക്യൂഷൻ ചെയ്യുന്നതിന് ഇവിടെ ഡീബഗറിൽ ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ റെസ്യൂം ചെയ്യാം. റെസ്യൂം ചെയ്താൽ നെക്സ്റ്റ് പേജ് വരുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റും HTML പേജസും ഡീബഗ് ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചിരുന്നത്.
ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.